നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദീപക്കുമായുള്ള ഈ വിവാഹം ഞാൻ ഉപേക്ഷിക്കാം. എന്റെ പ്രണയം രാജു സ്വീകരിക്കൂ. എന്നോടൊത്തുള്ള ഒരു ജീവിതത്തിന് രാജു തയ്യാറാവോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാനത് അനുവദിക്കില്ല. അപ്പോ അന്ന് അവിടെ ചത്തില്ലേ? പ്രതാപ, ചേച്ചി അവളുടെ ഭീഷണിയൊന്നും കേട്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. അവൾക്ക് എന്നെ പോലൊരാളെ എന്ത് ചെയ്യാൻ കഴിയും? വെറുതെ ഒരു ഭീഷണി, അത്രയും കരുതിയാ മതി. എനിക്ക് ഭയമൊന്നുമില്ല പ്രതാപ. ആരുടെ തണലിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഭയം ഒട്ടും തന്നെ ഇല്ല. അവിടെ എവിടെയാണെന്ന് അറിയണം, എന്നിട്ട് കൊന്നു തള്ളണം. ചെയ്യും, ഞാൻ ചെയ്തിരിക്കും. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്താ കാര്യം? മാഡം, ഞാൻ പലതവണ സൂചിപ്പിച്ചു, മാഡം അറിഞ്ഞുകൊണ്ടൊരു കെണിയിലെ തല വെക്കാണ്. ആ ദീപകിനെ പോലുള്ള ഒരു കൊള്ളരുതാത്തവൻ എന്റെ അറിവിൽ വേറെ ഇല്ല. മാഡം, ഇപ്പോഴും സമയം വൈകിട്ടില്ല. ഈ വിവാഹം വേണ്ടെന്ന് മാഡം തീരുമാനിച്ച മാത്രം മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. വർമ്മ സാറിനെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. പണ്ട് കുട്ടിയായിരുന്നപ്പോ അച്ഛന്റെ കൈ പിടിച്ച് നടക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അന്നത് സാധിച്ചിട്ടില്ല. അതിനെനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അതോടെ ഞാൻ എല്ലാവരിൽ നിന്നും അകന്നു. ഒറ്റപ്പെട്ട് ജീവിക്കാൻ ശീലിച്ചു. പിന്നീട് രാജുവാണ് എന്നെ ഈ വിധത്തിലാക്കിയെടുത്തത്. നിനക്കൊപ്പം ഏത് പാതിരാത്രിയിലും ഞാൻ ഇറങ്ങി വന്നു. ദൈവത്തെ പോലെ എനിക്ക് കാവലായി നീ നിന്നു. നിന്നെക്കാൾ വിലപ്പെട്ടതൊന്നും എനിക്ക് കിട്ടാനില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് കൊണ്ട് ഞാൻ എന്റെ പ്രണയം നിനക്ക് മുന്നിൽ തുറന്നു വെച്ചത്. പക്ഷെ രാജു, നീ ഇത് നിരസിച്ചു. മാഡം, സാഹചര്യങ്ങൾ അറിയാതെ, വ്യക്തികളുടെ അവസ്ഥ അറിയാതെ ഒന്നും പറയരുത്. മാഡത്തെ സ്വന്തമാക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. ഞാൻ വെറൊരു ജോലിക്കാരൻ മാത്രമാണ്. ദീപക്കിനുള്ളതിനേക്കാൾ 4 മടങ്ങ് യോഗ്യത രാജുനുണ്ട്. അത് രാജുനും അറിയാം, അച്ഛനും അറിയാം. അങ്ങനല്ല മാഡം, ഒരിക്കലും നമ്മൾ തമ്മിൽ ഒന്നായിക്കൂടാ. എന്റെ മനസ്സിൽ പോലും അങ്ങനൊരു ആഗ്രഹം ഉദിച്ച അതൊരു അതിമോഹമായി ഞാൻ കാണൂ. എന്നാൽ ഞാൻ കാണുന്നത് അങ്ങനെയല്ല. എന്റെ സ്വപ്നത്തില് രാജകുമാരൻ രാജുവാ. മാഡം, ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു, ദീപക്കുമായുള്ള ഈ വിവാഹം ഞാൻ ഉപേക്ഷിക്കാം. എന്റെ പ്രണയം
രാജു സ്വീകരിക്കോ? എന്നോടൊത്തുള്ള ഒരു ജീവിതത്തിന് രാജു തയ്യാറാവോ? ഇല്ല, ഒരിക്കലുമില്ല. അതിനെന്നെ നിർബന്ധിക്കരുത്. ഇന്ന് ഈ സംഭാഷണം നമുക്കിവിടെ നിർത്താം. ദീപകമായിട്ടുള്ള എന്റെ വിവാഹം നടന്നോട്ടെ. മാഡം 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 ലോകത്തുള്ള എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന ജീവിതം കിട്ടാറില്ല. നമുക്കും അങ്ങനെ ഒരു സൗഭാഗ്യം വിധിച്ചിട്ടില്ല എന്ന് കരുതാം. പണത്തോടുള്ള അമ്മയുടെ ആർത്തി മാത്രം ഇവിടുത്തെ പ്രശ്നം. നമുക്കത് അവഗണിക്കാം. എല്ലാവരെയും വിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കാം. ഇല്ല ഹരീഷ്, അത് നടക്കില്ല. വീട്ടുകാരെ, പ്രത്യേകിച്ച് രാജുവേട്ടനെ ധിക്കരിച്ച് ഞാൻ ഒരു കാര്യം ചെയ്യില്ല. നമ്മളിങ്ങനെ കാണുന്നത് പോലും ചേട്ടൻ അറിഞ്ഞ പ്രശ്നോ? നമുക്കെല്ലാം മറക്കാം. ശ്രീ, ഈ ജന്മം നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല. സാരമില്ല, മറ്റൊരു ജന്മം ഉണ്ടാവട്ടെ. അന്ന് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. കൊറേ കാലം ആയാലോ മാഡത്തിനെ ഈ വഴിക്ക് കണ്ടിട്ട്. ആശിച്ച് മോഹിച്ച് അമ്പലത്തിലേക്ക് വരാൻ ഇറങ്ങിയപ്പോ കുറച്ചൊന്ന് ഓടിയപ്പോ കാർ അങ്ങ് പണിമുടക്കി. അയ്യോ, സാരമില്ല, ഡ്രൈവർ വർക്ക്ഷോപ്പിൽ ആളെ വിട്ടിട്ടുണ്ട്. കുറച്ചു ദൂരമല്ലുള്ള അമ്പലത്തിലേക്ക്, അതുകൊണ്ട് ഞാനിങ്ങ് നടന്നു പോന്നു. ഓ, ആള് വന്ന് ശരിയാക്കുന്നവരെ തൊഴുതു നിൽക്കാന്ന് വെച്ചു. ഭഗവാനല്ലേ നമുക്കുള്ള ഏക ആശ്രയം. അതെ. പിന്നെ മാഡം, ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. പത്രത്തിൽ വാർത്ത കണ്ടിരുന്നു. മോളുടെ കല്യാണത്തിന്റെ മാഡം കൂടി ചേർന്നാണോ കല്യാണം ഉറപ്പിച്ചത്? സാറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ഇനി കാണുമ്പോ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. വർക്ക്ഷോപ്പിൽ നിന്ന് ആളെത്തുമ്പോ എനിക്കങ്ങ് എത്തണം. ആ, ശരി മാഡം. ഇതെന്റെ ചേച്ചിയാണ്. അമ്മയെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന എന്റെ ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.